ഹായ് ഹലോ എല്ലാവർക്കും ഏച്ചർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫേസ് ടോണറായിട്ടാണ്. വെട്ടിവേരും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറും വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് ടോണർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് ടോണർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനത്തെ നമ്മളിവിടെ വെട്ടിവേര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് രാമച്ചം. അപ്പോൾ ഇത് മുഴുവനായിട്ടും വേണ്ട കേട്ടോ, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വളരെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണതാണ്. ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് അങ്ങനെയും തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇത് നമ്മളിവിടെ മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഫ്ലവർ, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണൽ മാത്രമാണ്. നമുക്കിതിന് പകരം വേണമെങ്കിൽ റോസിൻ്റെ ഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ഫ്ലവറാണ് ശംഖുപുഷ്പത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് DM വാട്ടറാണ് കേട്ടോ. DM വാട്ടറിനെ കുറിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട്, എന്താണ് DM വാട്ടർ എന്നുള്ളത്. മിനറലൈസർ വാട്ടർ അല്ലെങ്കിൽ അയോണൈസർ വാട്ടർ എന്ന് പറയും. സാധാ വാട്ടർ അല്ല, നമ്മൾ സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയേൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ DM വാട്ടർ ഞാനൊരു 150 ml അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വാട്ടർ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 150 എന്നുള്ളത് ഒരു 180 ml ഒക്കെ വന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്റ്റൗ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്, ലോ ഫ്ലെയിമിലിട്ടാൽ മതിയാവേ. അങ്ങനത്തെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളറും നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം കാണിച്ചു തരാവേ. അങ്ങനെ ഇത് നമ്മുടെ ആ ഒരു വാട്ടറൊക്കെ നല്ല രീതിയിൽ തണുത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളൊരു അരിപ്പ വെച്ച് പാത്രത്തിലോട്ട് മുഴുവനായിട്ടും അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെട്ടിവേര് മാത്രമാണെങ്കിൽ അങ്ങനെയും വെച്ച് നമുക്ക് ഫേസ് ടോണർ ചെയ്യാവുന്നതാണ്. ശംഖുപുഷ്പവും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആകും. ഇത്രയും വാട്ടറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ള മെഷർ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് നമ്മളോട്ട് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് ഗ്ലിസറിനാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. വെജ് ഗ്ലിസറിൻ നമ്മളൊരു 5 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇനി ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾ ഒരെണ്ണം ചേർക്കുന്നുണ്ട്. ക്യാപ്സ്യൂളിന് പകരം അതിൻ്റെ ഓയിലാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് അതിലേക്ക് ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ഓപ്ഷണലാണ്. ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ കോമൺ ആയിട്ട് എല്ലാ സ്കിൻ ടൈപ്പിന് സൂട്ടാവുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ്. അതുപോലെ തന്നെ മുഖക്കുരുയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ആൻറ്റി ഏജിങ് ആണ്. എസെൻഷ്യൽ ഓയിലുകളെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പ്രിസർവേറ്റീവ് വേണമെങ്കിൽ നമുക്ക് ഫിനോക്സി എത്തനോൾ ഒരു 5 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫേസ് ടോണർ നമുക്കൊരു 80 ml അടുത്താണ് കിട്ടിയിട്ടുള്ളൂ. 100 ml തികച്ച് വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു വെട്ടിവേര് ശംഖുപുഷ്പം ഫേസ് ടോണറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ pH വാല്യൂ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പോർസൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് ടോണർ ട്രൈ ചെയ്ത് നോക്കുക. ബിസിനസ് പർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മളിതിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യണമായിരിക്കട്ടെ നല്ലത്. നമ്മുടെ ഓൺ യൂസിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, അതുപോലെ തന്നെ ലിപ് ബാമിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലിപ് ബാമൊക്കെ റീസെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.